അച്ഛാ, പരിശുദ്ധ അമ്മയെ ദൈവമാതാവെന്ന് വിളിക്കാറുണ്ടല്ലോ. പക്ഷേ മാതാവ് ദൈവമല്ലല്ലോ. പരിശുദ്ധ മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കുമ്പോൾ മറിയം ദൈവമാണ് എന്നതിനർത്ഥമില്ല. ദൈവതുല്യായി ക്രൈസ്തവർ മറിയത്തെ കാണുന്നുമില്ല. എന്തുകൊണ്ടാണ് ദൈവമാതാവെന്ന് മറിയത്തെ ക്രൈസ്തവർ വിശേഷിപ്പിക്കുന്നത്, ആ വിശ്വാസ സത്യം ഏറ്റുപറയുന്നത്? അതിന് വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനമുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ എലിസബത്ത് ഇപ്രകാരം ഉദ്ഘോഷിച്ചു: നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരബലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തു വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 41 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ അമ്മ എന്നാണ് എലിസബത്ത് മറിയത്തെ വിശേഷിപ്പിക്കുന്നത്. കർത്താവ് എന്നത് പഴയ നിയമ യഹൂദ പശ്ചാത്തലത്തിൽ ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറിയം ഈശോയുടെ അമ്മയാണ്. ഈശോ ദൈവമാകിയാൽ മറിയം ദൈവത്തിൻ്റെ അമ്മയുമാണ്. AD 431 എഫെസൂസിൽ കൂടിയ സൊനഗദോസാണ് മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കണമെന്ന് പഠിപ്പിച്ചത്. പരിശുദ്ധ മറിയത്തെ എന്തുകൊണ്ട് ദൈവമാതാവ് എന്ന് വിളിക്കുന്നു? ഈശോ മനുഷ്യത്വം മാത്രമാണ് മറിയത്തിൽ നിന്ന് സ്വീകരിച്ചത്. എന്നാൽ മനുഷ്യത്വം സ്വീകരിച്ച വ്യക്തി പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രനായ ദൈവമാണ്. അങ്ങനെയാണ് മറിയം ദൈവമാതാവായി തീർന്നത്. മറിയത്തിൽ നിന്ന് പിറക്കാനിരിക്കുന്നവൻ ദൈവപുത്രനാണെന്ന് മംഗളവാർത്താവേളയിൽ ദൈവദൂതൻ മറിയത്തോട് പറയുന്നുണ്ട്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. മറിയം ഈശോയുടെ ദൈവ സ്വഭാവത്തെ പ്രദാനം ചെയ്തിട്ടില്ല. എന്നാൽ ദൈവമായ ഈശോ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചത് മറിയത്തിൽ നിന്നാണ്. ഈശോ തൻ്റെ ദൈവ സ്വഭാവത്തിൽ മറിയത്തിന് മുമ്പേ അസ്തിത്വമുള്ളവനായിരുന്നു. എന്നാൽ മനുഷ്യ സ്വഭാവം കൂടെ സ്വീകരിച്ചുകൊണ്ട് മനുഷ്യനായി അവതരിച്ചത് മറിയത്തിലൂടെയാണ്. പരിശുദ്ധ തൃത്വത്തിലെ മാതാവ് എന്ന അർത്ഥത്തിലല്ല, മനുഷ്യനായി അവതരിച്ച പുത്രനായ ദൈവത്തിൻ്റെ മാതാവ് എന്ന നിലയിലാണ് മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത്. പരിശുദ്ധ കന്യകാ മറിയത്തെ തിരുസഭ ദൈവമാതാവായി വണങ്ങുന്നു. എന്നാൽ ദൈവമാതാവ് എന്ന അഭിധാനം കൊണ്ട് മറിയം ദൈവതുല്യാണെന്നോ ദൈവത്വത്തിൻ്റെ ഭാഗമാണെന്നോ അർത്ഥമില്ല. മറിയത്തിൻ്റെ ദൈവികതയല്ല, അവളിൽ നിന്ന് ജനിച്ച ഈശോയുടെ ദൈവികതയാണ് തിരുസഭ ഏറ്റുപറയുന്നത്. ഈശോ മനുഷ്യ സ്ത്രീയിൽ നിന്ന് പിറന്നവനാണെങ്കിലും അവിടുന്ന് ദൈവപുത്രനാണ്. ദൈവപുത്രന്റെ അമ്മയാണ് മറിയം എന്ന അർത്ഥത്തിലാണ് മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത്. മറിയം ദൈവത്വത്തിന്റെ ഭാഗമോ തൃത്വത്തിലെ അംഗമോ അല്ല. ദൈവപുത്രന് ജന്മം നൽകിയപ്പോഴും മറിയം മനുഷ്യ സ്ത്രീ തന്നെ ആയിരുന്നു. മറിയത്തിൽ നിന്ന് ജനിച്ച ഈശോ ദൈവമായതുകൊണ്ടാണ് മറിയത്തെ നാം ദൈവമാതാവ് എന്ന് വിളിക്കുന്നതെന്ന് സാരം. ദൈവം മറിയത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന അർത്ഥത്തിലല്ല, ദൈവമാതാവ് എന്ന സംബോധന വഴി മറിയത്തിൽ നിന്നും ജനിച്ച ഈശോ സത്യദൈവമാണെന്ന് നാം ഏറ്റുപറയുകയാണ്. അതുകൊണ്ട് ദൈവമാതാവ് എന്ന വിശേഷണം ഒരിക്കലും മറിയത്തെ ദൈവമാക്കുന്നില്ല. ദൈവമാതാവായി മറിയത്തെ വണങ്ങി മറിയം വഴി ഈശോയിലേക്ക് കൂടുതൽ നടന്നെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ആമേൻ.